ആ എന്തെല്ലാന്ന് പോലെ ചായ കുടിച്ചോ? ആ കുടിച്ചു. പണിയൊന്നുമില്ലടോ ഇന്ന്? ആ പോന്ന വഴിയാം. ആ ആ ചായ കുടിച്ചിട്ട് പോവാന്ന് വെച്ചു. ആ ചെക്കനവിടെ കാത്തുണ്ടാവും. ആ അല്ല പോലെ ഇന്നെ കാണുമ്പോ പറയണെന്ന് ആ മേലത്തെ ജാനിയച്ചി പറഞ്ഞിന്. ഞാനാ അതങ്ങ് മറന്നും പോയി. അല്ല, നീ അടുത്ത പണി പകുതി കെട്ടി മുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഓർക്കൊരു തിരക്കുമില്ല രാമാട്ടാ. ഓറോട് ഞാൻ അന്നേ ചോദിച്ചിന്. അപ്പൊ അവരെ ചെക്കൻ വരുന്നുണ്ട്. ചെക്കൻ വന്നിട്ട് പെണ്ണ് കാണാൻ പോണെന്ന്. അതിന് ചെക്കൻ പെണ്ണിന്റെ വീട്ടിലേക്കല്ലേ കാണാൻ പോകുന്നു. അതിന് ഓരെന്തിനാ ഇത്ര തിരക്കാക്കുന്നത്? വയസ്സൊക്കെ ആയില്ലടോ, നീ ഒന്നത് തീർത്തു കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ ബൈക്കൂട്ടി എനിക്ക് നടക്കാൻ പറ്റൂല. ഇത് കഴിയാൻ 3-4 ദിവസം വേണ്ടി വരും. അത് കഴിഞ്ഞ് ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞേ. ആ അല്ലെങ്കിൽ വേണ്ട, തിങ്കളാഴ്ച വരുന്നു പറഞ്ഞേക്ക്. ആകെ 2 ദിവസത്തെ പണിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ ചെക്കൻ വിളിക്കുന്നതാ. എന്നിട്ട് രാമേട്ടാ വൈകുന്നേരം ഒന്ന് കാണണേ. ആ ആ ആ സതേച്ചി ഒരു ചായ എന്താ? എന്തെന്നാപ്പാ എന്താ ഞാൻ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നാ വിശേഷം? എന്റെ ഓളെ നാട്ടിലുള്ള ഒരാളെ കുറിച്ചാ. ഏടാ? എടപ്പള്ളിയില? നിനക്കറിയുന്ന ആളെന്നെയാ. നമ്മളെ വൈദ്യുതി ഒന്നും വീടില്ലേപ്പാ. ആടെ നിന്നത് ഇവരല്ലേ? ഏടാ മെയിൻ റോഡിന്റെ ആർക്കുള്ളതാ? ആ ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ച. അവരെ പറ്റി പിന്നെ ഒരു വിവരമില്ലല്ലോ. അവര് കൊറേ ആയില്ലേ ഇവിടുന്ന് പോയിട്ട്. ഇനിമേൽ വലിയ കഥ എഴുതുന്ന ആളാവണം, അതുവഴി ഫേമസ് ആവണമെന്നെല്ലാം പറഞ്ഞിട്ട് പോയതല്ലേ. ഇതെയാ? ഇതിപ്പോ എന്തായാലും നന്നായി. ഒരാളെങ്കിലും നന്നായല്ലോ. രക്ഷപ്പെട്ടാ മതിയേനു. അല്ലേ എത്രട്ടാ? ഇതെന്നാ സംഭവം? ഈ സമയത്തെന്നാ പതിവില്ലാത്തൊരു കുളി? ഒരു ചെറിയ സംഭവമാണ്. കുറേ നാളെ വിചാരിക്കുന്നു ഒരു ചെറിയ കഥ എഴുതിയാലോ എന്ന്. പാതിരാത്രിക്കാണോ നിങ്ങൾക്ക് കഥ എഴുതാൻ തോന്നുന്നത്? അതല്ലടി, ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതി പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ്. നീ നോക്കിക്കോടി, ഞാനും ഒരു നാൾ 4 ആൾ അറിയപ്പെടുന്ന ഒരാളാവും. എന്നിട്ട് വേണം അതുവഴി സിനിമയ്ക്കറ. പിന്നെ വെച്ചടി കയറ്റോ. ഓഹ്, എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ജനങ്ങളൊക്കെ കണ്ടാ മതിയായിരുന്നു. നിന്റെ ഈ പുച്ഛം മനസ്സിലായി. നീ നോക്കിക്കോ, എൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്ത് എഴുതും? ഒരു കഥ വേണ്ടേ? ഓഹോ, കഥയൊന്നും ഇല്ലാതെയാണോ കഥ എഴുതാൻ പോകുന്നത്? ഒരു വഴിയുണ്ട്, ഇത് തന്നെ ഒരു കഥയായിക്കോ. നീ കളിയാക്കൊന്നും വേണ്ട.
എനിക്ക് ഉറക്കം വരുന്നു. നിങ്ങൾ കഥയൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് കിടന്നാ മതി. ഞാൻ കിടക്കലായി. കഥയൊന്നും ഇല്ലാതെയാണോ കഥ എഴുതാൻ പോകുന്നത്? ഒരു വഴിയുണ്ട്. ഇത് തന്നെ ഒരു കഥയായിക്കോ.